നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വയനാട്ടിൽ ഷിഗല്ല രോഗം ബാധിച്ച 25 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനാ യോഗവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നിലനിർത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മറ്റു ബസ്സുകളിൽ സൗജന്യ യാത്ര 100 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം തീരുമാനിക്കും. മണ്ണുത്തി മുല്ലക്കരയിൽ ഗൃഹനാഥനെ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ നിർണായക തുമ്പായി മോഷ്ടാക്കളുടേതെന്ന് കരുതുന്നവരുടെ വിരലടയാളം ലഭിച്ചു. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി കേരള പോലീസ്. സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തിയാൽ 3 വർഷം വരെ തടവ് ലഭിക്കും. വാർത്തകളിലേക്ക് വിശദമായി. വയനാട് ഷിഗല്ല രോഗം ബാധിച്ച 25 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചൊവ്വാഴ്ച വയനാട് സന്ദർശിക്കും. ഡിസ്ചാർജ് ചെയ്ത കുട്ടികളുടെ വീടുകളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തി മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറോട് എല്ലായിടത്തും ശക്തമായ പരിശോധന നടത്താനും ആവശ്യമായ മുൻകരുതലെടുക്കാൻ DMOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ജീവനക്കാരുടെ കുറവില്ലെന്നും മരുന്ന് വേണ്ട സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആർക്കും സീരിയസ് അല്ല. പിന്നെ കോഴിക്കോട് നിന്ന് പോയൊരു മെഡിക്കൽ ടീം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലും കുട്ടികളുണ്ട്. ആ വിദ്യാലയത്തിൽ ഏതാണ്ട് 10-800 കുട്ടികളുടെ വിദ്യാലയമാണ്. അതുകൊണ്ട് അവരെ വീടുകളിൽ അന്വേഷിക്കുന്നു. ഡിസ്ചാർജ് ചെയ്തു പോയ കുട്ടികളുടെ വീടുകളിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. അവർക്ക് വല്ല ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വല്ല അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ഏതായാലും ഇത് ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. എങ്കിലും വളരെ കെയർഫുൾ ആവേണ്ടതാണ് ഈ രോഗം. അതുകൊണ്ടാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറോട് എല്ലായിടത്തും ശക്തമായി പരിശോധന നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയയാണ്. അത് ഇപ്പോഴും കൺട്രോൾഡാണ്. അതിൻ്റെ മുൻകരുതലെടുക്കാനുള്ള നിർദ്ദേശം DMOമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ശുചിത്വമില്ലാത്തടത്ത് ഈ രോഗം വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകളൊക്കെ പൂട്ടിക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യം കൂടാതെ നിലപാട് സ്വീകരിക്കും. അല്ലെങ്കിൽ ഇത് കൂടുതൽ ബാധിക്കുന്ന കുട്ടികളെയാണ്. എല്ലായിടത്തും പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് പനി, വയറിളക്കം, ഛർദി ഈ രോഗലക്ഷണങ്ങളുള്ളവരെയൊക്കെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനാ യോഗവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചാണ് പ്രത്യേക യോഗം ചേർന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട് കാലാനുസൃതമായി മാറ്റാനാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ 409 ക്ഷേത്രങ്ങളുണ്ട്. സഹകരിക്കുന്ന ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. ശബ്ദത്തിന് പ്രാധാന്യം നൽകാതെ വർണ്ണത്തിന് പ്രാധാന്യം നൽകി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് എന്ന ആശയമാണ് ദേവസ്വം മുന്നോട്ട് വെച്ചത്. ഗൾഫിലിപ്പോ തൃശ്ശൂർ പൂരം നടത്തുന്നുണ്ട്. 6-7 പൂരങ്ങൾ അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ വേദിയിൽ വളരെ ആകർഷകമായ വർണ്ണശബളമയോടുകൂടിയുള്ള വെടിക്കെട്ട് നടത്തുന്നുണ്ട്. ഇതിന്റെ ആധുനിക ടെക്നോളജി അറിയുന്ന വിഭാഗങ്ങളെ കൂടി അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു യോഗം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കും. ശബ്ദം കുറച്ച് വർണ്ണം കൂട്ടിക്കൊണ്ടുള്ള ഒരു വെടിക്കെട്ടിനാണ് നമ്മളിപ്പോൾ അതിന്റെ ടെക്നോളജി പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവരെ കൂടി നമ്മൾ ശിവകാശിയിലോ അല്ലെങ്കിൽ എവിടെയോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഇരിങ്ങാലക്കുട ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ വെടിക്കെട്ട് ഏകദേശം ഈ രൂപത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അടുത്ത ഘട്ടത്തിലുള്ള യോഗത്തിലേക്ക് അത്തരത്തിലുള്ള ടെക്നിക്കൽ നോഹുള്ള ആളുകളെ കൂടി ഇതിൽ പങ്കാളികളാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ആലോചനയിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് കടന്നത്. മികച്ച പ്രതികരണമാണ് ആദ്യ യോഗത്തിൽ ലഭിച്ചത്. വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. അടുത്ത ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തെ ഉൾപ്പെടുത്തി യോഗം ചേരും.
TCV തൃശൂർ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നിലനിർത്തണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്കുള്ള ലുലു ഗ്രൂപ്പിന്റെ ധനസഹായം കളക്ടറേറ്റിൽ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ആനയിടഞ്ഞാലും വെടിക്കെട്ട് അപകടങ്ങളും എങ്ങനെ തരണം ചെയ്യണമെന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ വെടിക്കെട്ടും എഴുന്നള്ളിപ്പും നിരോധിക്കുകയല്ല വേണ്ടത്. വെടിക്കെട്ടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പൂരത്തിന്റെ പൊലിമ കുറയ്ക്കാൻ പാടില്ല. എല്ലാ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് വിശ്വാസികളുടെ വികാരവും കൂടി കണക്കിലെടുത്ത് തീരുമാനമെടുക്കാനാണ് ദേവസ്വം വകുപ്പ് ആലോചിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ADM M. മനോജ്, ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ പ്രീത സക്കറിയ, അഷ്റഫ്, EA ഹാരിസ്, NV സ്വരാജ് തുടങ്ങിയവർ ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെ ആഴക്കടൽ മീൻപിടുത്തം പൂർണ്ണമായും സ്തംഭിക്കും. മീനുകളുടെ പ്രജനനകാല സംരക്ഷണം ലക്ഷ്യമിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് 52 ദിവസമാണ് നിയന്ത്രണം. കേരള തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെയാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അന്യസംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോയെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാം. എന്നാൽ കുഞ്ഞൻ മീനുകളെ പിടിക്കുന്നതിന് നിരോധനമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്ര ആദ്യം പരീക്ഷിക്കുക ഓർഡിനറി. KSRTC വൻ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ 100 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷമായിരിക്കും കൂടുതൽ പ്രഖ്യാപനം വരിക. സൗജന്യയാത്ര ആദ്യം ഓർഡിനറിയിലായിരിക്കും നടപ്പാക്കുക. എല്ലാ ഓർഡിനറി ബസ്സുകളിലും യാതൊരു നിബന്ധനയും കൂടാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യയാത്ര അനുവദിക്കും. ജൂൺ 15 മുതൽ നടപ്പാക്കുന്ന പദ്ധതി 100 ദിനം സേവനം നൽകിയ ശേഷം കൂടുതൽ പഠിച്ച ശേഷമാകും ബാക്കി തീരുമാനം. ഓർഡിനറിയിൽ നിന്നും പിന്നീട് ഘട്ടം ഘട്ടമായി ഫാസ്റ്റ് പാസഞ്ചറിലേക്കും മറ്റും നടപ്പാക്കാനാണ് നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനത്തിന് അംഗീകാരം നൽകും. അതേസമയം ഇപ്പോൾ തന്നെ വൻ നഷ്ടം നേരിടുന്ന KSRTCയുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കാനാകുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. ഏകദേശം 90 കോടിയിലധികമാണ് KSRTCയുടെ നഷ്ടം. പുതിയ പദ്ധതി നടപ്പാക്കുന്നതോടെ ഉണ്ടാകുന്ന നഷ്ടം പഠിക്കാനും വിലയിരുത്താനും ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണുത്തി മുല്ലക്കരയിൽ ഗൃഹനാഥനെ വീടിനുള്ളിൽ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ നിർണായക തുമ്പായി മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന വിരലടയാളം ലഭിച്ചു. ചെറുവാറ വീട്ടിൽ സോമശേഖരന്റെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ കവർച്ച നടന്നത്. പ്രൊഫഷണൽ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ.
പ്രദേശത്ത് നേരത്തെ വന്നുപോയവരും ഇപ്പോൾ ഉള്ളവരുമായ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും ജയിലിൽ നിന്നിറങ്ങിയ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മണ്ണുത്തി SHO ബിജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലയിൽ മോഷണം പെരുകുന്നു. തൃശൂർ നഗരത്തിൽ തന്നെ 2 ആഴ്ചയ്ക്കകം നിരവധി മോഷണവും മോഷണ ശ്രമങ്ങളും നടന്നു. വർഷകാലമായതോടെ കൂടുതൽ മോഷണ സംഘങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ കമ്പം, തേനി പ്രദേശത്തെ കുറുവ സംഘങ്ങൾ കാലവർഷമായാൽ കേരളത്തിലെത്തി കൊള്ള നടത്തുന്നത് പതിവാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു കുറുവ സംഘം കവർച്ചയ്ക്ക് പദ്ധതിയിട്ടിരുന്നത്. പിറകിലെ വാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ ശൈലി. രാത്രിയിൽ വാതിലുകളും ജനലുകളും ഭദ്രമായി അടച്ചെന്ന് ഉറപ്പാക്കണമെന്നും മാരകായുധങ്ങൾ പുറത്തു വയ്ക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കുകളും കാഴ്ചക്കാരെയും കൂട്ടുന്നതിനായി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി കേരള പോലീസ്. അപകടങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, വ്യക്തിപരമായ ദുഃഖങ്ങൾ എന്നിവയെപ്പോലും വിനോദത്തിനായോ പ്രശസ്തിക്കായോ ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. നടൻ സലീംകുമാറിന്റെ സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഓൺലൈൻ മാധ്യമങ്ങളുടെ സമീപനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒരാളുടെ അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിനെതിരാണെന്ന് പോലീസ് ഓർമ്മിപ്പിച്ചു. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് സല്യൂട്ട് സ്വീകരിച്ചു. കേരള പോലീസ് അക്കാദമി ഡയറക്ടർ IG PK സേതുരാമൻ, ജനപ്രതിനിധികൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ നിവേദനം നൽകി. HDF ഫണ്ട് ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകണമെന്നും അടിയന്തരമായി HDS യോഗം നടത്താൻ കളക്ടർക്ക് നിർദ്ദേശം നൽകണമെന്നും ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. നഴ്സുമാരെ അപമാനിച്ചുകൊണ്ടുള്ള MP കങ്കണ റണാട്ടിന്റെ പരാമർശത്തിനെതിരെ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് പ്രിൻസിപ്പൽ VJ ലിനറ്റ്, സൂപ്രണ്ട് ഡെയ്സി വിൻസെന്റ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ നടന്ന സമാപന ചടങ്ങിൽ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, ഡയറക്ടർമാരായ AR രാമചന്ദ്രൻ, PM ശരത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂനതകളുള്ള മുറി വാടകയ്ക്ക് നൽകിയെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. കോഴിക്കോട് സ്വദേശി അഡ്വക്കേറ്റ് P ചാത്തുക്കുട്ടി ഫയൽ ചെയ്ത ഹർജിയിലാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ഉപഭോക്തൃ കോടതി വിധിയായത്. പരാതിക്കാരനായ അഭിഭാഷകന് 20,000 രൂപ നൽകാനാണ് വിധി. ഗുരുവായൂർ പാഞ്ചജന്യം ടൂറിസ്റ്റ് ഹോമിലെ സേവനത്തിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ വാങ്ങാൻ കടകളിൽ ഫുട്ബോൾ പ്രേമികളുടെ തിരക്കേറി. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകർന്ന് വിപണി സജീവമാണ്. ഇഷ്ടതാരങ്ങളുടെയും ടീമുകളുടെയും ജേഴ്സികളും കൊടികളും നിറങ്ങളുമായാണ് വിപണി ലോകകപ്പ് ആവേശം ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിക്കുന്നത്. പ്രമുഖ ടീമുകളുടെ നിറവും ചിത്രവുമുള്ള കൊടികൾ, തൊപ്പികൾ, കപ്പുകൾ, ബലൂണുകൾ, തോരണങ്ങൾ, ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങളുള്ള ടീഷർട്ടുകൾ, ജേഴ്സികൾ, താരങ്ങളുടെ വിവിധ വലുപ്പങ്ങളിലുള്ള പ്രതിമകൾ, സ്റ്റിക്കറുകൾ, കട്ടൗട്ടറുകൾ, റിബണുകൾ, എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ കോർത്ത അരങ്ങ് തുടങ്ങി ലോകകപ്പുമായി ബന്ധപ്പെട്ട നിരവധി സാമഗ്രികളാണ് വിപണിയിൽ ഫുട്ബോൾ ആവേശം ജ്വലിപ്പിക്കുന്നത്. ചൈന, ബാംഗ്ലൂർ, സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറമെ ചില ഇനങ്ങൾ പ്രാദേശികമായി ഉണ്ടാക്കിയവയുമാണ്. ലോകകപ്പുമായി ബന്ധപ്പെട്ട ഇനങ്ങൾക്കായി മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബുകളും ഫുട്ബോൾ പ്രേമികളും തൃശൂർ ജില്ലയിലെ വിവിധ ക്ലബ്ബുകൾ, ഫാൻസ് സംഘങ്ങൾ, സ്കൂളുകൾ, സ്പോർട്സ് അസോസിയേഷനുകൾ, ആരാധക കൂട്ടായ്മകൾ തുടങ്ങിയവരും ഫുട്ബോൾ ആവേശം നെഞ്ചേറ്റാനായി തൃശൂർ വിപണിയെ സജീവമാക്കിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് TCV. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ പൗലോസാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം മാള, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്ന ഭണ്ഡാര മോഷണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വർഷത്തിൽ 6 മാസം ജയിൽവാസവും പുറത്തിറങ്ങിയാൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും മോഷണവുമായി ജീവിക്കുന്നതാണ് പൗലോസിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. താണിയൻ ബസാറിൽ മുണ്ടഞ്ചേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ഇടിമിന്നലിൽ വീടിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. മുറിക്കകത്തെ ടൈൽസ് തകർന്നു. വൈദ്യുതി, DV ബോക്സ്, ഫാനുകൾ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംഭവ സമയം വിജയലക്ഷ്മി വീടിന് പുറത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ഞാൻ കിഴക്കേപ്പുറത്തെ റേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടി വെട്ടി എൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ എൻ്റെ നേരത്തേക്ക് പൊട്ടി വീണ്. അങ്ങനെ അകത്തേക്ക് പോയി നോക്കുമ്പോണ്ട് അകത്ത് ടൈലും എല്ലാം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ കംപ്ലീറ്റ് വയറിങ്ങും ബൾബൊക്കെ പൊട്ടിത്തെറിച്ച് വടക്കേ പറമ്പിലേക്കൊക്കെ വീണു. എനിക്ക് ചെവി വേദന എടുക്കൊണ്ടിരിക്കുക. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരക്കോട് പരാത്തുകുളം കല്ലൂർ മഠത്തിൽ പഞ്ചായത്ത് മെമ്പർ കെ സുബീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന തെങ്ങ് ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ നശിച്ചു. അപകട സമയത്ത് സുബീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മാരക ലഹരി മരുന്നുമായി 3 പേരെ ചാവക്കാട് പോലീസ് പിടികൂടി. ചാവക്കാട് അമ്പലത്ത് വീട്ടിൽ ആരിഫ്, വെങ്കിടങ്ങ് നാലകത്ത് വീട്ടിൽ ഷജീർ, മണത്തല കിഴക്കേപ്പറമ്പത്ത് സയ്യിദ് ഹുസൈൻ എന്നിവരെയാണ് ഗുരുവായൂർ ACPയുടെ നിർദ്ദേശപ്രകാരം ചാവക്കാട് ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. സർവീസ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങളുടെ വേഗം മന്ദഗതിയിലായി. അരമണിക്കൂറോളം എടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നുപോയത്. വാഹനങ്ങൾ ടോൾ പ്ലാസയിലും ഏറെ നേരം കുടുങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും സമയത്ത് എത്താനാകാത്ത അവസ്ഥയിലായിരുന്നു. കോലഴി കാരത്തോടിനെ കാളിന്തിയാക്കരുതെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിരോധ യാത്രയുമായി കോലഴി കൂട്ടായ്മ. ജലമലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണവും പ്രതിഷേധവും സമന്വയിച്ച പ്രതിരോധ യാത്ര വേറിട്ടതായി. മാലിന്യം വലിച്ചെറിഞ്ഞും മലിനജലം ഒഴുക്കിയും കോലഴി കാരത്തോടിനെ വിഷലിപ്തമായ കാളിന്തിയാക്കുന്നതിനെതിരെ കോലഴി കൂട്ടായ്മ പ്രതിരോധം തീർത്തു. തോടിന് ഇരുവശവും താമസിക്കുന്ന വീട്ടുകാരെ നേരിൽ കണ്ട് ബോധവൽക്കരണം നടത്തുകയും തുടർന്നാൽ നിയമ നടപടികളും പിഴയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയുമായിരുന്നു പ്രതിരോധ യാത്ര. പ്രദേശവാസികളുടെ വീടുകളിൽ നിന്ന് ശുചിമുറികളിലേത് ഉൾപ്പെടെയുള്ള മലിനജലവും അടുക്കള മാലിന്യവും പ്ലാസ്റ്റിക് സാധനങ്ങളും ഉപയോഗശേഷമുള്ള ഡയപ്പറും സാനിറ്ററി നാപ്കിനും മറ്റും തോട്ടിൽ നിക്ഷേപിക്കുകയാണ്. മഞ്ഞപ്പിത്തവും വയറിളക്കവും കോളറയും മറ്റും പടർന്നു പിടിക്കാനുള്ള സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഒരു കാലത്ത് ശുദ്ധജലവാഹിനിയായിരുന്ന കാരത്തോട് പ്രദേശത്തെ കിണറുകളും കുളങ്ങളും ജലസമൃദ്ധമാകാൻ സഹായകമായിരുന്നു. പ്രദേശവാസികളുടെ കയ്യേറ്റം മൂലം തോട് പലയിടത്തും വീതി കുറഞ്ഞ് ശോഷിച്ച് അഴുക്കുചാലിന് സമാനമായിരിക്കുകയാണിപ്പോൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, കോലഴി പഞ്ചായത്ത് അംഗം ലിലി കുട്ടികൃഷ്ണൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലാ പ്രസിഡന്റ് T ഹരികുമാർ, T സത്യനാരായണൻ, TN ദേവദാസ് തുടങ്ങിയവർ പ്രതിരോധ യാത്രയ്ക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്വകാര്യ ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. പഴയന്നൂർ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് തിരുവില്ലാമല തൃശൂർ റൂട്ടിലോടുന്ന ഷഹാസ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പിടിയിലായത്. ഡ്രൈവർ വിയൂർ സ്വദേശി സുധീഷ്, കണ്ടക്ടർ പഴയന്നൂർ പറക്കുളം സ്വദേശി ഷക്കീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ SHO സുധീർ ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോടശ്ശേരി പീലാർമൊഴിയിലെ ലിജുവിന് പാർക്കാൻ ഇനി മുന്തിരി വീട്. പീലാർമൊഴിയുടെ കുന്നിൻ മുകളിൽ ലിജു യേശുദാസ് തന്റെ കൊച്ചു വീടിന്റെ മുകളിൽ നട്ടുവളർത്തിയ മുന്തിരിച്ചെടി കായ്ച്ചു. ഒരു വർഷം മുൻപ് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നട്ട മുന്തിരിത്തണ്ടിൽ നിന്ന് 20ഓളം കുലകളുണ്ടായി. മുന്തിരിവള്ളിക്ക് പടരാൻ കോൺക്രീറ്റ് വീടിന് മുകളിൽ സ്റ്റീലും PVC പൈപ്പുകളും ഉപയോഗിച്ച് പന്തലൊരുക്കിയിരുന്നു. വേനലിലും സ്ഥിരമായുള്ള ഈർപ്പത്തിനായി സംവിധാനമുണ്ട്.
പ്ലാസ്റ്റിക് ഷീറ്റിൽ ചകിരിനാരുകൾ വിതറി വെള്ളം തളം കെട്ടി നിർത്തി കോഴിക്കാഷ്ടം, വേപ്പിൻ പൊടി, കപ്പലണ്ടി, പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളിട്ടു. ചീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് തയ്യാറാക്കിയ മിശ്രിതം തെളിച്ച് കീടങ്ങളെയും ഈച്ചകളെയും ഒഴിവാക്കി. പറമ്പിൽ 5 സെന്റ് സ്ഥലത്ത് മുന്തിരി കൃഷിക്ക് ഒരുങ്ങുകയാണ് ശില്പി കൂടിയായ ഈ 52കാരൻ. ഒരു വർഷത്തോളമായി ഇപ്പം ഞാൻ ഈ കമ്പ് ചട്ടിയിൽ വെച്ചിട്ട്, ഇപ്പോൾ ചട്ടിയിൽ വെച്ച് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ അതിന് വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചട്ടിയിലും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഒരു 2-3 മാസത്തോളമായി ഇത് കായ്ച്ച് ഇനിയിപ്പോൾ ഒരു മാസം തന്നെ താഴെയും കൂടി ഉണ്ടെങ്കിൽ ഇത് ഏകദേശം പഴുത്ത് പാകമായി നമ്മളവിടെ എടുത്ത് നമുക്ക് കഴിക്കാൻ ഇപ്പോഴേ പാകമായി നിൽക്കുന്നുണ്ട്. TCV ചാലക്കുടി. ദേവിദുർഗ കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഥമ കളരിപ്പയറ്റ് ഗ്രേഡിംഗ് മഹോത്സവം തൃശൂർ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ചു. അയ്യന്തോൾ പുതൂർക്കര ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന കളരിപ്പയറ്റ് ഗ്രേഡിംഗ് മഹോത്സവം തൃശൂർ കോർപ്പറേഷൻ ഓളരി ഡിവിഷൻ കൗൺസിലർ സാജൻ സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമി ഫൗണ്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ യു സന്തോഷ് കുമാർ ഗുരുക്കൾ, മുൻ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ, KHO തൃശൂർ ജില്ലാ പ്രസിഡന്റ് CS രഞ്ജിത്ത്, ദേവിദുർഗ കളരി സംഘം കൺവീനർ KM ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന കളരിപ്പയറ്റ് മഹോത്സവത്തിൽ ശിഷ്യന്മാരുടെ പരിശീലന മികവ് വിലയിരുത്തി അവർക്ക് ഗ്രേഡുകൾ നൽകി. മത്സരാർത്ഥികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കാളികളായി. ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിൽ ഫുൾ കോൺടാക്ട് കരാട്ടെ, കളരി, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ് എന്നിവയിലും മികച്ച പരിശീലനം നൽകി വരുന്നു. കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷനിൽ നിന്നും 2025 9th ഡിഗ്രി കരസ്ഥമാക്കിയ ബ്ലാക്ക് ഡ്രാഗൺ ആർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടറായ സന്തോഷ് കുമാർ നിലവിൽ തൃശൂർ ഡിസ്ട്രിക്ട് അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സ് അസോസിയേഷന്റെയും കേരള ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് നടന്ന കേരള സ്റ്റേറ്റ് ഇന്റർ ക്ലബ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്ലാക്ക് ഡ്രാഗൺ അക്കാദമിയിലെ VR ഹരികൃഷ്ണ 65-70 വിഭാഗത്തിൽ ഗോൾഡ് മെഡലും, 50-55 വനിതാ വിഭാഗത്തിൽ സാനിയ ജോയിയും, ബിലോ 45 വിഭാഗത്തിൽ ഹെലനും ഗോൾഡ് മെഡൽ നേടി. 50-55 വിഭാഗത്തിൽ ശ്രീഹരിയും 70-75 വിഭാഗത്തിൽ രോഹനും വെങ്കല മെഡലും കരസ്ഥമാക്കി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രോജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ അധ്യക്ഷയായി. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ KR പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. പ്രസ്തുതേന്തി വാഴ്ചയ്ക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 9:30 കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുസദ്യ ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1,00,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,905 രൂപ, പവന് 1,11,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വയനാട്ടിൽ ഷിഗല്ല രോഗം ബാധിച്ച 25 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ. പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ആലോചനാ യോഗവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്.
മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നിലനിർത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം. മറ്റ് ബസ്സുകളിൽ സൗജന്യ യാത്ര 100 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം തീരുമാനിക്കും. മണ്ണുത്തി മുല്ലക്കരയിൽ ഗൃഹനാഥനെ വീടിനുള്ളിൽ കെട്ടിയിട്ട് സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കേസിൽ നിർണായക തുമ്പായി മോഷ്ടാക്കളുടേതെന്ന് കരുതുന്നവരുടെ വിരലടയാളം ലഭിച്ചു. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി കേരള പോലീസ്. സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തിയാൽ 3 വർഷം വരെ തടവ് ലഭിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.